ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വിശുദ്ധവാരം ഹോളി വീക്ക് 4-ാം ദിവസത്തേക്കുള്ള ചിന്തകൾ, അതിനോട് പ്രതികരിച്ചുകൊണ്ട് ജോയ് പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പം ഒന്ന് പരിശോധിക്കുന്നത് ഈ വിഷയത്തെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായും ആഴത്തിലും ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ ഇടയാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് അത് സംബന്ധമായ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. അല്പം പരിഹാസ്യത്തിൻ്റെ ചുവയുണ്ട്, പക്ഷെ അത് ന്യായമാണ്. അങ്ങനെ പരിഹാസ സ്വരത്തിൽ പ്രതിപാദിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അതിനെ അല്പം പോലും ഞാൻ തള്ളിക്കളയുന്നില്ല. അത് സ്വീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എങ്കിലും ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടീകരിക്കുവാൻ ഈ തരുണത്തിൽ ഞാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആ വീഡിയോയിൽ അവതരിപ്പിച്ചത് അതിൽ കൂടെ പുറപ്പെടുവിച്ച അഭിപ്രായം, ഇപ്പോൾ നിലവിലിരിക്കുന്ന സമ്പ്രദായം, അതായത് പെസഹ ഞായറാഴ്ച പള്ളിയിൽ ആരാധിക്കുന്നു, അത് പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്നു. അതിന് പകരം ഐമേനികൾ അവരുടേതായ വിധത്തിൽ പള്ളിക്ക് വെളിയിൽ നടത്തിക്കൂടെ എന്ന ഉള്ള ചോദ്യത്തിന് മറുപടിയായി, അങ്ങനെ ചെയ്യുന്നതിലും അർത്ഥമൊന്നുമില്ല, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ് അതിനുവേണ്ടി ആ സമയം മാറ്റിവെക്കുന്നില്ല. അപ്പം അതിനോട് ഉള്ള പ്രതികരണമാണ് ഇത്. ഇപ്രകാരമാണ്: 100% വിശുദ്ധ വ്യക്തിയായിട്ട് പെസഹ മതി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ 100% വിശുദ്ധി ആർജിക്കുന്നവർക്ക് ഈ ലോകത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധി ആർജിക്കുന്നത് വരെ കാത്തിരുന്ന് ഈ ലോകത്തിൽ ആർക്കും പെസഹ ആചരിക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഇതിന് ഹോളി ഫോബിയ എന്ന് പറയും. ഹോളി ഫോബിയ എന്ന് പറഞ്ഞാൽ പേടി എന്നാണ് അർത്ഥം. അപ്പോൾ ഹോളി ഫോബിയ, മറ്റുള്ളവരിൽ വിശുദ്ധി തേടുന്നു. അതായത് ഞാൻ മറ്റുള്ളവരിൽ മാത്രം വിശുദ്ധി തേടുന്നു, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്ന വിധത്തിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ അപലപനിക്കപ്പെടേണ്ടതാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. അതിന് അദ്ദേഹം മുൻപെട്ടതിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. കാരണം ഇപ്രകാരമുള്ള ഹിപ്പോക്രസി ആരിൽ നിന്നും വഹിച്ചുകൂടാ എന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും ആവർത്തിക്കുന്നതുമാണ്. ആ കൂട്ടത്തിൽ ഞാനും പെടും എന്നതിന് യാതൊരു സംശയമില്ല. വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം പറയുന്ന ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ കൂടെ മറ്റുള്ളവരുടെ വിശ്വാസം നശിച്ചു പോവുകയാണ് എന്ന ആ ഒരു ആരോപണം വന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതെങ്കിലും വിധത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നമേ തന്നെ മാപ്പ് പറയുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ, ഒരു പക്ഷേ ഇങ്ങനെ പ്രതികരിച്ചതിൽ, അല്ലെങ്കിൽ പ്രതികരിക്കാനിടയായതിൽ അദ്ദേഹം എൻ്റെ ആശയത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തെ പോലെ ആ വീഡിയോയുടെ ഉള്ളടക്കത്തോട് പ്രതികരിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം പ്രയോജനത്തിനായും എൻ്റെയും ഗുണത്തിനായും ചില കാര്യങ്ങൾ. ഒന്നാമതായി, നാം എപ്രകാരം ആചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എന്താണ് ആചരിക്കുന്നത്. നാം ആചരിക്കുന്നതിൻ്റെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ആചരിക്കാൻ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ. ആ തത്വത്തിലെങ്കിലും നമുക്ക് പരസ്പരം ഒരു യോജിപ്പ് ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ കർത്താവായ യേശു ക്രിസ്തു കണ്ട ലക്ഷ്യം എന്താണ്? ആ വ്യാഴാഴ്ച ദിവസം ഇപ്രകാരം ഒരു അനുഭവം തൻ്റെ ശിഷ്യന്മാർക്കുണ്ടാകത്തക്കവണ്ണം യേശു സാഹചര്യമൊരുക്കാൻ കാരണം എന്താണ്? അതിലെ ലക്ഷ്യം എന്താണ്? ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്.
നാം വാസ്തവത്തിൽ നോക്കുമ്പോൾ യേശു ഇവിടെ പഴയ നിയമത്തിലെ സുപ്രധാനമായ ഒരു സംഭവം, അതായത് മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ ദീർഘനാൾ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, അരിഷ്ടത അനുഭവിച്ചിരുന്ന ഒരു ജനത വിടുതൽ പ്രാപിച്ച് അവർ വാഗ്ദത്ത നാടിലേക്ക് യാത്രയാകുന്ന ചിത്രീകരണം. അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യമായ സംഭവമാണ് മിസ്രയീമിലെ കടിഞ്ഞൂൽ കുട്ടികളെ ദൈവത്തിൻ്റെ കോപത്തിൽ ദൈവദൂതൻ എന്ന് പറയുന്നു സംഹരിക്കുന്നു എന്ന ആ ഒരു സംഭവം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ഉള്ളവന് പ്രയാസമാണ് എന്ന എൻ്റെ ബലഹീനതയും ഈ സമയത്ത് സവിനയം ഞാൻ ഏറ്റുപറയുകയാണ്. എന്തായാലും അതാണ് അതായത് യഹൂദന്മാരുടെ മക്കളെ സംരക്ഷിച്ചു, മിസ്രയീമിലെ ആളുകളുടെ, ഈജിപ്തിലെ ആളുകളുടെ മക്കളെ കൊന്ന് ഫറവോൻ്റെ ഹൃദയ കാഠിന്യത്തോടെ യഹോവ തൻ്റെ കോപം അറിയിച്ചു. അതിനുശേഷം യഹൂദന്മാർ നാട് വിട്ടുപോകുവാൻ ഫറവോൻ അവർക്ക് അവകാശം കൊടുത്തു. ഇതാണ് സംഭവം. ഇതിനെ യഹൂദ ജനം എപ്പോഴും അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നു. അതാണ് ഈ പെസഹ എന്ന ആശയം നമുക്ക് ഏവർക്കും അറിയാം. അത് എടുത്തുകൊണ്ട് യേശു ഒരു പുതിയ അനുഭവത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ, മറ്റാരും ഇതിനകത്തില്ല, തൻ്റെ ശിഷ്യന്മാരെ വഴി നടത്തുന്ന സംഭവമാണ് എന്നതിനെപ്പറ്റി രണ്ടഭിപ്രായം ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോശ യഹൂദന്മാരുടെ വിടുതലിന് വേണ്ടി പ്രവർത്തിച്ചു. പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു സർവ്വജനത്തിൻ്റെയും വിടുതലിനായി പ്രവർത്തിച്ചു. അപ്പോൾ ഈ സംഭവത്തിൽ കൂടെ യേശു ചെയ്യുന്നത് പഴയ നിയമത്തിലെ വിടുതലിൻ്റെ സംഭവത്തെയും പുതിയ നിയമത്തിലെ, അതായത് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കൂടെ സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട വിടുതലിനെയും ഒന്ന് ഘടിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഐതിഹാസികമായ ഒരാവിഷ്കാരമാണ് ഇവിടെ സംഭവിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ നടന്നത് മുഖ്യമായും ഒരു രാഷ്ട്രീയ ചുവയുള്ള വിടുതലാണ്. പക്ഷെ മുഖ്യമായും എന്ന് ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, അതിനകത്ത് ആത്മീകമായ വിടുതലുമുണ്ട്. എങ്കിലും പ്രധാനമായും അവിടെ രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണ്. എന്നാൽ യേശു നൽകുന്നത് ഈ ബാഹ്യമായ സ്വാതന്ത്ര്യമല്ല, ആന്തരികമായ സ്വാതന്ത്ര്യമാണ്. അതിന് താൻ തന്നെ യാഗമായി അർപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഈ സംഭവത്തെ യഹൂദന്മാർ ചെയ്തതുപോലെ അപ്രകാരം വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ ആവർത്തിക്കുന്ന ഒരു സമീപനമല്ല യേശു അവലംബിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ യേശു ഒരു നല്ല ക്രിസ്ത്യാനിയാകാൻ യാതൊരു മാർഗവുമില്ല. നമ്മുടെ ചിന്തയിൽ നല്ല ക്രിസ്ത്യാനി ആരാണ്? പാരമ്പര്യത്തെ അതുപോലെ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. യേശു അപ്രകാരം ചിന്തിച്ചിരുന്നില്ല, പ്രവർത്തിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വലിയ മർമ്മത്തെ 100% മറന്നുകൊണ്ടാണ് നാം ഇപ്പോൾ ഈ പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുന്നത് എന്നത് തികച്ചും വ്യക്തമാണ്. നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ നമ്മുടെ ജോയ് എന്ന് പറയുന്ന സഹോദരൻ്റെ പ്രതികരണത്തിൽ അത് വളരെ വിലയേറിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പ്രതികരിക്കുന്നത്. നാം ഏവരും അനുഭവിക്കുന്ന ഒരു ചിന്താക്കുഴപ്പം ഇതിനകത്ത്. ഒന്ന്, ഇപ്രകാരമുള്ള ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ആചരിക്കുന്നത് പോലെ ഞങ്ങളും അത് ആചരിക്കാം, അതാണ് തടിക്ക് നല്ലത് എന്ന ഒരു സമീപനം. ഇത് പുത്തൂരത്വത്തിൽ പോവുക എന്ന ഒരു സമീപനം, അത് കൂടുതൽ ആളുകളും അങ്ങനെയാണ്. വല്ല വിധേനയും പുത്തൂരത്വത്തിൽ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക. എന്തെങ്കിലും ഉണ്ടല്ലോ, ഒന്ന് മുറുക്കി പിടിക്കാൻ ഒരു കച്ചിത്തിരുമ്പുണ്ടല്ലോ, അതും കൂടെ പോയാൽ എന്ത് ചെയ്യും? ഇത് തീർച്ചയായും പ്രഥമ ദൃഷ്ട്യ യുക്തിസഹജമായ ഒരു നിലപാടാണ്. ആ നിലപാടിലാണ് സഹോദരനായ ജോയ് ഇപ്രകാരം പ്രതികരിച്ചതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. രണ്ടാമതായി,
രണ്ടാമത്തേതിൽ ഇതിൽ വ്യത്യസ്തമായ പ്രതികരണം എന്താണ്? ഇങ്ങനെയുള്ള ആചാരങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അർത്ഥം മറന്നിട്ട് യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആർക്കെന്ത് പ്രയോജനം? അത് ഉള്ളതും ഇല്ലാത്തതും ഒന്ന് തന്നെയല്ലേ? ഇത് മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നില്ല എങ്കിൽ അതിങ്ങനെ നാളുകളായി, വർഷങ്ങളായി, ദശകങ്ങളായി, നൂറ്റാണ്ടുകളായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് സാധ്യമാണ്. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യഹൂദ ജനത്തെ ദൈവം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവരെ വാഗ്ദത്ത നാടിൽ കൊണ്ട് എത്തിച്ചു. മോശയെ ഉപയോഗിച്ച്. എന്നാൽ മോശ വാഗ്ദത്ത നാടിൽ കടക്കുന്നില്ല, അത് മറ്റൊരു കാര്യമാണ്. ഈ വാഗ്ദത്ത നാടിലെ അവരുടെ അവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ദൈവം അവർക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് ആയിരിക്കണം. പക്ഷേ ജനം ആ സ്വാതന്ത്ര്യത്തെ മനഃപൂർവ്വം അല്ലെങ്കിൽ അവരറിയാതെ നശിപ്പിച്ചു, ഉപേക്ഷിച്ചു കളഞ്ഞു. കാലം കഴിയും തോറും കൂടുതൽ അവർ അടിമത്തത്തിലേക്ക് ആണ്ടുപോയി. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ അടിമകളെ വിടുവിക്കാനാണ് വന്നത് എന്ന് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഞാൻ അടിമകളെ വിടുവിക്കാനായി ഇതേ വാഗ്ദത്ത നാട്ടിൽ വന്നു എന്ന് യേശു പറയുമ്പോൾ യഹൂദൻ ദൈവദത്തമായ അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പൈതൃകം അമ്പയെ നശിപ്പിച്ചു, ഇല്ലാതെയാക്കി എന്ന അർത്ഥം അവിടെ ഇല്ലയോ? എന്നാൽ അതേസമയം തന്നെ ഇതാ ശ്രദ്ധിക്കേണ്ടത്, അതേസമയം തന്നെ ഈ വിടുതലിൻ്റെ ഓർമ്മ പുതുക്കൽ, അതായത് ഈ പെസഹ വ്യാഴാഴ്ചയുടെ ഓർമ്മ പുതുക്കൽ വളരെ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള വിധത്തിന് യാതൊരു മാറ്റവും വരുത്താതെ ഭക്തി ആദരവുകളോടുകൂടെ യഹൂദൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ അവന് സംഭവിച്ചത് എന്താണ്? ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആചാര അനുഷ്ഠാനങ്ങൾ വളരെ ശ്രദ്ധയോടെ നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വാതന്ത്ര്യം നശിച്ചു പോയിക്കൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിയെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സ്വാതന്ത്ര്യം അസ്തമിച്ചുകൊണ്ടേയിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഭാരതം, നമുക്ക് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നാം സ്വാതന്ത്ര്യം ലഭിച്ച ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നത് കൊണ്ട് നാം സ്വാതന്ത്ര്യത്തിന് വേണ്ടത്ര വില കൽപ്പിക്കുന്നുവെന്നോ, നാം ഓരോരുത്തരും സ്വാതന്ത്ര്യത്തിൻ്റെ മേന്മയേറിയ അനുഭവത്തിലാണ്, സാധ്യതകളിലാണ് വസിക്കുന്നത് എന്നോ, അപ്രകാരമായ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തയോ ചുമതലയോ ഉണ്ടെന്നൊന്നും യാതൊരു അർത്ഥവുമില്ല. നിശ്ചയിക്കപ്പെട്ടിരുന്ന ദിവസം സ്വാതന്ത്ര്യ ദിനമാണ്, അന്ന് ആഘോഷിച്ചു. ആഘോഷത്തിൽ മാത്രം ശ്രദ്ധിച്ചു, സ്വാതന്ത്ര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ല, താല്പര്യമില്ല. ഈ ഒരു വിരോധാഭാസം നാം തിരിച്ചറിയണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എന്ന് ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഗാന്ധിയും അംബേദ്കറും ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി പറഞ്ഞു, ഭാരതത്തിലെ അവസാനത്തെ മനുഷ്യന് വേണ്ടത്ര സ്വാതന്ത്ര്യം ലഭിക്കുന്നിടത്തോളം കാലം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് ആരും കരുതരുത്. അന്ത്യോദയ, ദി ലിബറേഷൻ ഓഫ് ദ ലാസ്റ്റ് മാൻ. അംബേദ്കർ പറഞ്ഞു, സ്വാതന്ത്ര്യം രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം മാത്രമാണെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ലഭിച്ചാൽ മാത്രമേ അവരുടെ സ്വാതന്ത്ര്യം പൂർത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിനെപ്പറ്റി ആരും വലുതായിട്ടൊന്നും അഹങ്കരിക്കരുത്, ഇതുകൊണ്ട് തൃപ്തിയാകരുത് എന്ന് അദ്ദേഹം പറയുന്നതൊക്കെ ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഈ ഒരു ചടങ്ങിൽ കൂടെ യേശു ആവിഷ്കരിച്ച തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ഈ അന്ത്യ അത്താഴം ആചരിക്കുന്നതിൽ കൂടെ യേശു എന്താണ് ചെയ്യുന്നത്? തൻ്റെ തന്നെ ശിഷ്യന്മാരുടെ ആത്മീയമായ അവസ്ഥ, ദ സ്പിരിച്വൽ കണ്ടീഷൻ ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്, അത് എന്താണ് എന്ന് അവർക്ക് ബോധ്യം വരത്തക്കവണ്ണമാണ് യേശു ഈ പെസഹ വ്യാഴാഴ്ചയെ വിഭാവന ചെയ്യുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഇത് വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ
ആഘോഷങ്ങളിൽ, ആചാര ആവർത്തനങ്ങളിൽ അതിൻ്റെ ആന്തരികമായ ആത്മീകമായ പൊരുളിനെ പറ്റി യാതൊരു ചിന്തയുമില്ലാതെ മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളോട് ഈ ആചാരങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കാതെ ഈ ആചാരത്തെ അത് അതിൽ തന്നെ ഏതാണ്ട് വലിയ കാര്യമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് തെറ്റാണ്. ഇപ്രകാരം യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് പെസഹ ആചരിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. പെസഹ അർത്ഥവത്തായി ആചരിക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ ആധ്യാത്മികമായ സ്ഥിതി എന്താണ്, അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയും അറിയുകയും ആചരിക്കുകയും ചെയ്യണം. ഇവിടെയാണ് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ആ പ്രക്രിയയുടെ ആത്മീകമായ പ്രസക്തി വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. ഒരു യഹൂദൻ്റെയും മനസ്സിൽ തോന്നാത്ത കാര്യം യേശുവിൻ്റെ മനസ്സിൽ തോന്നാൻ കാര്യം, മതപരമായ കാര്യത്തിൽ യഹൂദൻ പൊതുവായി അവലംബിച്ചിരുന്ന സമീപനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും സമീപനവും യേശു അവലംബിച്ചത് കൊണ്ടാണ് ഈ പെസഹായുടെ ഓർമ്മ പുതുക്കൽ നാളിൽ താൻ ശിഷ്യന്മാരുമായി അന്ത്യ-അത്താഴം ആഘോഷിക്കുമ്പോൾ അതിൽ ആരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും അതിനുശേഷം യഹൂദന്മാരുടെ ഗുരുക്കന്മാർ ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ലാത്തതുമായ ഈ ഒരു കാലുകഴുകൽ ശുശ്രൂഷ യേശു അതിൽ ഉൾപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യേശു ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾ ഏത് ആചാരം അനുഷ്ഠിച്ചാലും, ആചാരം അനുഷ്ഠിക്കേണ്ട എന്ന് പറയുന്നില്ല, ആചാരം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ആന്തരികമായ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് ആചരിച്ചത് കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നത് കൃത്യമായി യേശു ഇവിടെ വെളിപ്പെടുത്തുക. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും ആത്മീകമായ ഉത്ബോധനങ്ങളുടെയും പൊതുവായ ഘടകം നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, മനുഷ്യ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാഹ്യമായ കാര്യങ്ങളിലല്ല, ആന്തരികമായ അവസ്ഥയിലായിരിക്കണം. ദൈവരാജ്യം നിൻ്റെ ഉള്ളിലാണ്. നിൻ്റെ ഉള്ളിൽ ദൈവം വസിച്ചാൽ മാത്രമേ നിനക്ക് പ്രയോജനമുള്ളൂ. നിൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്, അത് പ്രകടിപ്പിക്കണം എന്നുള്ള നാനാവിധമായ പ്രബോധനങ്ങളിൽ കൂടി യേശു ലക്ഷ്യം വെച്ചത് അതുവരെ മനുഷ്യൻ്റെ മത ആചാരങ്ങളെ പൊതുവായി അടക്കി ഭരിച്ചിരുന്ന താല്പര്യം, അതായത് ബാഹ്യമായ ആചാരങ്ങൾ, അവയുടെ ആന്തരികമായ ആത്മീയ അനുഭവത്തിലേക്ക് മനുഷ്യരെ ഒന്ന് മുഖം തിരിക്കുക, റീഓറിയൻറ്റ് ചെയ്യാനാണ് യേശു ശ്രമിച്ചത്. അതാണ് ഇവിടെ നാം വളരെ സ്പഷ്ടമായി കാണേണ്ടത്. യഹൂദൻ്റെ ആചാരം എടുത്തിട്ട് അതിൻ്റെ ആന്തരികമായ ആത്മീകമായ പൊരുൾ എന്താണ് എന്ന് അവരുടെ അനുഭവത്തിൽ കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് യേശു അവരുടെ കാല് കഴുകിയത്. അവരിപ്പോൾ വെച്ച് പുലർത്തുന്ന മനസാക്ഷി കൊണ്ട്, അല്ലെങ്കിൽ കാഴ്ചപ്പാട് കൊണ്ട്, ഔട്ട്ലുക്ക് കൊണ്ട് അവർക്കൊരിക്കലും സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അവർ ശ്രേണീബദ്ധമായ ഹൈറാർക്കിക്കൽ സ്വഭാവമുള്ള രുചിയുള്ള കാഴ്ചപ്പാടാണ്. അത് അടിമത്വത്തിൻ്റെതാണ്. ഇന്നും അതിന് യാതൊരു വിടുതലും ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനിക്കാണെങ്കിലും ഈ ഹൈറാർക്കി ഇല്ലാതെ അവന് 2 ദിവസം സ്വന്തം കാലം നിൽക്കാനൊക്കത്തില്ല. ഇതെല്ലാം അടിമത്വത്തിൻ്റെ ഒരു ക്രമീകരണമാണ് എന്ന് മനുഷ്യർ എക്കാലത്തും ഓർത്തിരിക്കേണ്ടതിനാണ് യേശു ഈ സദ്യയുടെ അല്ലെങ്കിൽ വിരുന്നിൻ്റെ മധ്യത്തിൽ സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകുക എന്ന യഹൂദനെ ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു ഘടകം അതിൽ കൂട്ടിച്ചേർത്തത് എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അപ്പോൾ യേശുവിടെ അതിനുശേഷം അവതരിപ്പിക്കുന്ന കടമ എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മീകമായ ഊർജം. സ്നേഹമില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ മനുഷ്യന് അർത്ഥവത്തായ സ്വാതന്ത്ര്യം അനുഭവിപ്പാനും അത് പ്രയോഗിപ്പാനും അതുകൊണ്ട് ഗുണം വരുത്തുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഇപ്പോൾ മനുഷ്യജാതിയെ ലോകത്തെമ്പാടും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ അതിൽ ഈ മർമ്മം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇറാൻ യുദ്ധത്തെ പറ്റി നാം ചിന്തിക്കും.
എന്തുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഈ സമ്പത്ത് കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, പക്ഷെ ശപിക്കപ്പെട്ട സ്ഥലമെന്ന് നമുക്ക് തോന്നത്തക്ക വിധത്തിൽ മനുഷ്യർക്ക് പരസ്പരം സഹിക്കാൻ വയ്യാതെ നിന്നെ കൊന്നെങ്കിലേ എനിക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ എന്ന വളരെ ഭയാനകമായ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യനായിത്തീർന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ സ്നേഹത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് അതിനു പകരം പൈശാചികമായ ബലപ്രയോഗത്തിൽ മാത്രം വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ? അങ്ങനെയുള്ള അവസ്ഥയിലും ഈ പെസഹ ആചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതും മനുഷ്യന്റെ ജീവിത അവസ്ഥയും യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകുകയില്ല എന്നതുകൊണ്ട് ഈ ആചാരം കൃത്യമായി നടക്കുമെങ്കിലും അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആത്മീയമായ ഫലപുഷ്ടിയോ വിടുതലോ മനുഷ്യർക്കുണ്ടാകുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ടത് ഈ തരുണത്തിൽ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, സ്നേഹം ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു നാടകമല്ല. സ്നേഹം ആന്തരികമാണ്. സ്നേഹത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ സ്വകാര്യതയാണ്. എല്ലാവരുടെയും മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന ഒരു ആഭരണമല്ല സ്നേഹം. അത് പ്രവൃത്തിയിൽ കൂടെ മാത്രം അതിൻ്റെ ആധികാരികതയിൽ വെളിയിൽ വരേണ്ടതാണ്. അതില്ലാത്തപ്പോഴാണ് ഈ വലിയ വലിയ നാടകം കളിക്കേണ്ട ആവശ്യം വരുന്നത്. മതത്തിൽ ഇപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, വലിയ ആഭരണങ്ങളും ആടകളും ഒക്കെ അണിയിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം എഫെസോസിലെ സഭയ്ക്ക് കൊടുത്ത ദൂതൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞത് കൊണ്ടാണ് ഈ വലിയ വലിയ മോടിയൊക്കെ പിടിപ്പിച്ച് ദൈവത്തിന് പകരം പള്ളിയെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ഒരു ധ്വനി ഇവിടെയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങൾ മറക്കി നടക്കുന്നുവെങ്കിലും അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിനൊരു മാറ്റം വരികയോ വ്യക്തിത്വത്തിന് ഏതെങ്കിലും വിധത്തിലൊരു വെളിച്ചം പകരുകയോ ചെയ്യാൻ കഴിയാതെ ഇത് നാൾക്ക് നാൾ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നു എന്നത് നമ്മുടെ അനുഭവമാണ്. എങ്കിലും അത് സമ്മതിക്കുവാൻ പലർക്കും ധൈര്യമില്ല, അല്ലെങ്കിൽ മനസ്സില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പം യേശുവിനെ മനുഷ്യജാതിക്ക് വിടുതൽ നൽകാൻ, സ്വാതന്ത്ര്യം നൽകാൻ വന്ന യേശുവിനെ മനുഷ്യജാതിയുടെ പ്രതിനിധികൾ തന്നെ പിടിച്ച് കൊല്ലാൻ കാര്യം എന്താണ്? മനുഷ്യന് ഒട്ടും സഹിക്കാൻ വയ്യാത്ത സ്നേഹമാണ്. ഇത് വളരെ അത്ഭുതമേറിയ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യന് സ്നേഹം സഹിക്കാനുള്ള ശക്തിയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ അടിസ്ഥാന പ്രമാണം മനസ്സിലാക്കാം. നമുക്ക് സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അത് ഇന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ലല്ലോ. പിന്നെന്താണ് നമ്മൾ സ്നേഹിക്കാൻ? ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും പരസ്പരം സ്നേഹിക്കരുതെന്ന് സംഘപരിവാർ പറയുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടില്ല. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുമില്ല. പിന്നെ എന്താണ്? പരസ്പരം വെറുക്കുന്നതിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതിലും കയ്പ പകരുന്നതിലും ഇത്രമാത്രം സായുജ്യം കണ്ടെത്തുന്നത് അത് മനുഷ്യൻ്റെ സ്വഭാവമായതുകൊണ്ടാണ്. ഈ ഒരു അവസ്ഥയോട് ബന്ധമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ആരാധന നടത്തുന്നത്? എങ്ങനെയാണ് ഈ പെസഹ വ്യാഴാഴ്ച എത്ര ഭക്തിയോടുകൂടെ ആചാരങ്ങൾക്ക് യാതൊരു തെറ്റും വരാതെ അത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മനസ്സിലാകുന്നില്ല. ഇതേ അവസ്ഥ വെച്ചുകൊണ്ട് പള്ളിക്ക് വെളിയിൽ പോയി ഈ പെസഹ വ്യാഴാഴ്ച നടത്തിയാലും എന്താണ് പ്രയോജനം? ഇതെനിക്ക് അറിയാൻ മേത്തോട് നിങ്ങളോട് ചോദിക്കുക. ഈ പാവപ്പെട്ടവനോട് നിങ്ങൾ ദയ കാണിക്കണം. അരനൂറ്റാണ്ട് ഞാൻ തലപോഞ്ച് ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സ്നേഹമായവനെ ക്രൂശിൽ തറയ്ക്കുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് ജനം അട്ടഹസിച്ചതിൻ്റെ പുറകിലെ ആ യുക്തി എന്താണ്? യേശുവിനെ കൊല്ലാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നു. അവൻ ജീവൻ്റെ വെളിച്ചമായിരുന്നു, അവൻ സ്നേഹത്തിൻ്റെ വെളിച്ചമായിരുന്നു. അതുകൊണ്ടാണ് കൊന്നത്. യേശു ഒരു ഹെരോദാവിൻ്റെ തലതൊട്ടപ്പനായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. യേശു പൊന്തിയോസ് പീലാത്തോസിൻ്റെ ഒരു ക്ലാർക്കായിരുന്നെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ അവൻ സ്നേഹമായി ലോകത്തിലേക്ക് വന്നപ്പോൾ അവനെ കൊന്നേ മതിയാകൂ എന്ന്. ഇതൊക്കെ വളരെ വളരെ നാം കൃത്യമായി തിരിച്ചറിയേണ്ട ഞെട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഓരോ ദിവസവും
പെസഹ വ്യാഴാഴ്ച മാത്രമല്ല, ഓരോ ദിവസവും നാം ഓർത്തിരിക്കേണ്ട ഒരു മർമ്മമാണ് ഇവിടെ ഒരു പ്രത്യേകമായ വിധത്തിൽ യേശു അവതരിപ്പിക്കുന്നത്. നാം ആചരിക്കുന്ന ആചാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. ഇത് തമ്മിലുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ ആചാരങ്ങൾക്ക് യാതൊരു വിലയുമില്ല, അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. പിന്നെ താരിപ്പനുസരിച്ച് ചില കാര്യങ്ങളിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ 50 വർഷം നിങ്ങൾ പെസഹ വ്യാഴാഴ്ച ആചരിച്ചാലും അതിൻ്റെ ഹൃദയഭാഗത്ത് യേശു സ്ഥാപിച്ചിരിക്കുന്ന കൽപ്പനയില്ലേ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അതിനുള്ള ശക്തി ആരും പ്രാപിക്കുന്നതായി ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ അടിക്കടി പൊന്തി വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി, അത് ഒരു ആചാരമായ സഭ എന്നും ആചരിക്കുന്നു. എന്നാൽ ആ ഒരു ഉദാഹരണത്തിൽ കൂടെ, മാതൃകയിൽ കൂടെ യേശു ഉദ്ദേശിച്ചത് എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ചന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കരുണ, ഒരു മനോഭാവം, ഒരു എളിമ, ഒരു സൗമ്യത, ഒരു താല്പര്യം, ആത്മാവിൻ്റെ ദാഹം എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്? ഇതിനെപ്പറ്റി നാം ചിന്തിക്കേണ്ടതില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, പൈതൃകമായി ലഭിച്ചിട്ടുണ്ട്, മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെങ്കിലും ഉണ്ടല്ലോ, അത് അള്ളിപ്പിടിച്ച്, അത് പോകാതെ ഇറുക്കി പിടിച്ചാൽ ഇരുന്നോളാം എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ പറയുക. ഇങ്ങനെ ആചരിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമെന്നറിയിച്ചാൽ ഞാനും തീർച്ചയായും അതേ വിധത്തിൽ ചിന്തിക്കാനും, ചിന്തിച്ചാൽ അതേ പാതയിൽ നടക്കാനും തയ്യാറാണ്. പക്ഷേ ഇന്ന് വരെ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ അതെൻ്റെ പരിമിതിയായിരിക്കാം, തലച്ചോറ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, തല പുകഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇങ്ങനെ അർത്ഥശൂന്യമായി ചില കാര്യങ്ങൾ യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ ആർക്ക് എന്ത് പ്രയോജനം? ഈ ഒരു ചോദ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ ലക്ഷ്യം ഒരു പക്ഷേ ഈ നല്ല ഹൃദയമുള്ള എൻ്റെ ഈ ജോയ് എന്ന ഇളയ സഹോദരന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുവത്വം തുളുമ്പുന്നതാണ്. അതുകൊണ്ട് ഇളയ സഹോദരൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല എന്നതുകൊണ്ടായിരിക്കാം ഇപ്രകാരം അദ്ദേഹം പ്രതികരിച്ച്. ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ മാനിക്കുന്നു. അതിനെ കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ സഹായിച്ചതുകൊണ്ട് അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിനോടുള്ള എൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ കഴിഞ്ഞ അനേക ദിവസങ്ങളിൽ നോമ്പ് സംബന്ധമായ ചിന്തയിൽ സഹിഷ്ണുതയോടെ എന്നോട് സഹകരിച്ച എല്ലാ സഹോദരീ സഹോദരങ്ങളോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.